എല്ലാവർക്കും നമസ്കാരം. കെമിസ്ട്രി മൂന്നാമത്തെ ലെസൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ബാലൻസിങ് പഠിക്കാനുണ്ട്. ഇക്വേഷൻസിന്റെ ഒക്കെ ബാലൻസിങ് നോക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് സിമ്പിളാണ് കേട്ടോ, ഭയങ്കര എളുപ്പമാണ് ഈ ലെസൺ. ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 1 കിലോ ഉപ്പും 1 കിലോ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പം മൊത്തം അത് എത്ര വെയിറ്റ് ഉണ്ടാവും? രണ്ടും കൂടി മിക്സ് ചെയ്തത് 2 കിലോ അല്ലേ? അല്ലാണ്ട് അത് 3 കിലോ ഉണ്ടാവും. രണ്ടും ഒരേ കിലോ ഇതെടുത്ത് മിക്സ് ചെയ്ത സാധനം നോക്കുമ്പോൾ അത് 3 കിലോന് ഉണ്ടാവും അല്ലേ? 1 കിലോ ഉണ്ടാവും. 1 കിലോനാവും ഇല്ല. രണ്ടും 1 കിലോ വീതമാണ്. രണ്ടും ഓരോ കിലോ വീതമാകുമ്പോൾ അത് രണ്ടും കൂടി ചേർന്ന് കിട്ടുന്നത് എത്ര വരണം? 2 കിലോഗ്രാം വരണം. ഇത്ര തന്നെയുള്ളോ? ഇത് ചിന്തിച്ചാൽ മതി. മനസ്സിലായ? ഇപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ, ഒരു പ്രോഡക്റ്റ്, അത് ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. ഇവർ രണ്ടുപേരും തമ്മിൽ എപ്പോഴാണ് ചേരുക? അതും നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചു, കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചു അല്ലേ? എല്ലാ എലമെന്റ്സിന്റെയും ആഗ്രഹം എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് തികയ്ക്കുക എന്നുള്ളതാണ്. ആ തികയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവര് ഈ മറ്റ് എലമെന്റ്സുമായിട്ടോ അല്ലെങ്കിൽ സ്വന്തം അതേ എലിമെന്റിന്റെ വേറെ ആറ്റങ്ങളുമായിട്ടോ ഈ റിയാക്ഷൻ ഉണ്ടായിട്ട് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവുകയോ അതിന്റെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. അതിന്റെ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പോൾ പേജ് നമ്പർ 43 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ കാണാം, ഹൈഡ്രജൻ 2 ഗ്രാമും ക്ലോറിൻ 71 ഗ്രാമും ആണ് തമ്മിൽ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇവർ രണ്ടു പേരും കൂടി പ്രവർത്തിച്ചിട്ട് ഉണ്ടാകുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന സംയുക്തത്തിന് മൊത്തം എത്രയായിരിക്കും മാസ് ഉണ്ടായിരിക്കുക? 73 ഗ്രാം അല്ലെ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 73 അല്ലേ വരിക? ഇനി അതേപോലെ തന്നെ 4 ഗ്രാം ഹൈഡ്രജൻ ആവുമ്പോൾ ക്ലോറിൻ 142 ഗ്രാം ആണ് ഹൈഡ്രജൻ. അപ്പൊ ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഹൈഡ്രജൻ ക്ലോറൈഡിന് എത്രയാണ് മാസ് ഉണ്ടാവുക? 146 അല്ലേ? 146 അല്ലെങ്കിൽ 200 ഉണ്ടാവുമോ ഇത് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ? അല്ലെങ്കിൽ കുറയോ ഉള്ളതിൽ നിന്നും? ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ലെസണിൽ പഠിക്കുന്നത്. അതൊരു എനർജി കൺസർവേഷൻ ലോയൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കില്ലേ, അതുപോലെ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മാസ് ഇസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ മാസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. പുതുതായിട്ട് വെയിറ്റ് ഉണ്ടാവുകയോ മാസ് കൂടുകയോ അല്ലെങ്കിൽ ഉള്ളത് കുറയുകയോ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ദിസ് ഇസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നറിയപ്പെടുന്നത്. എന്താണ്? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, മനസ്സിലായില്ലേ? കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോ മാസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുമില്ല ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നില്ല. ആ ഉള്ളത് തന്നെ. അത് തന്നെയാണ് എനർജി കൺസർവേഷൻ ലോ, ഊർജ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞിട്ട് ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതെനിക്ക് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, പഠിക്കാൻ പോകുന്നുണ്ടാവുള്ളൂ. എനർജീനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ എനർജി. This law was proposed by the scientist Anton Lavoisier. That is, the total mass of the reactants will be equal to the total mass of the products. റിയാക്ടൻസിന്റെ തമ്മിലുള്ള ടോട്ടൽ മാസ് എത്രയാണോ അതായിരിക്കും പ്രോഡക്ട്സിന്റെയും ടോട്ടൽ മാസ്. ഇനി ഇതിൽ നമ്മൾ ബാലൻസിങ് ഇക്വേഷനിലേക്ക് പോവാണ്. ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? മാസ് റിയാക്ടൻസിന്റെ മാസിന്റെ ടോട്ടൽ എത്രയാണോ അത്ര തന്നെ ആയിരിക്കണം പ്രോഡക്റ്റ്. ഇതുപോലെ തന്നെ ഇനി കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെ ബാലൻസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഒറ്റ നോട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, പക്ഷെ വളരെ ഈസിയാണ്. മനസ്സിലായ? മഗ്നീഷ്യവും ഓക്സിജനും തമ്മിൽ ചേരുന്നു. അങ്ങനെ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. മനസ്സിലായ?
Mg plus O2 gives MgO. ഇങ്ങനെ തന്നിരിക്കുകയാണ്. മെഗ്നീഷ്യവും ഓക്സിജന്റെ ഒരു തന്മാത്ര എന്ന് പറഞ്ഞാൽ O2 അത് തമ്മിൽ ചേരുന്നു, എന്നിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇതിന്റെ വല്ല കുഴപ്പം തോന്നുന്നുണ്ടോ? ഇനി നമ്മൾ ബാലൻസിങ് ഇക്വേഷനിലേക്ക് കടക്കാൻ പോവാണ്. ഇക്വേഷൻ ബാലൻസിങ് ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഇപ്പൊ തന്നെ പറഞ്ഞ എന്തായിരുന്നു? മാസ് രണ്ടും റിയാക്ടൻസ് എത്രയുണ്ടോ അത്ര തന്നെ പ്രോഡക്ട്സും വരണം എന്ന് പറയണ പോലെ ബാലൻസിങ് ഇക്വേഷനിൽ മാസ് അല്ല നമ്മൾ നോക്കുക, എണ്ണം നോക്കിയാൽ മതി. എന്തിന്റെ എണ്ണം? ആറ്റങ്ങളുടെ എണ്ണം നോക്കുക, ഓരോ എലിമെന്റ്സിന്റെയും. ഇപ്പുറത്ത് എത്ര എണ്ണം ഉണ്ടോ അത്ര തന്നെ എണ്ണം അപ്പുറത്തും ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ നമ്മളത് ആക്കണം. മനസ്സിലായ? ഇവിടെ നോക്കൂ, മെഗ്നീഷ്യം എത്ര ഉണ്ട് നോക്കണം. മെഗ്നീഷ്യം ഇതിന് എത്ര ആറ്റങ്ങളുണ്ട്? ഒരെണ്ണം. ഓക്സിജൻ എത്ര ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്, രണ്ടാറ്റങ്ങളുണ്ട്. ഇനി ഇപ്പുറത്ത് നോക്കിയേ, അതായത് ഒരു മെഗ്നീഷ്യവും രണ്ട് ഓക്സിജനും കൂടി ചേരുമ്പോൾ ഇപ്പുറത്തും ഒരു മെഗ്നീഷ്യവും രണ്ട് ഓക്സിജനും കാണണ്ടേ? അതിന് പകരം ഇപ്പുറത്ത് എന്താണുള്ളത്? മെഗ്നീഷ്യം ഒരെണ്ണം, ഓക്സിജൻ ഒരെണ്ണമുള്ളൂ. അപ്പൊ ഒരു ഓക്സിജൻ അവിടെ പോയി. അങ്ങനെ പോകാൻ പാടില്ലല്ലോ. ഇപ്പുറത്ത് ഇവര് രണ്ടുപേരും തമ്മിൽ ഇത് രണ്ടെണ്ണം ഇത് ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അപ്പുറത്തും ആ രണ്ടുപേരും ഈ ഒരാളെയും കാണണ്ടേ, മെഗ്നീഷ്യത്തിന്റെ ഒരാറ്റത്തിനും കാണണ്ടേ? അങ്ങനെ കാണാണ്ടായ ശരിയല്ല. അപ്പൊ ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുക എന്ന് വെച്ചാൽ ഉള്ളതിനെ കുറയ്ക്കാൻ പാടില്ല. അപ്പൊ ബാലൻസിങ് ഇക്വേഷനിൽ 2-3 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഉള്ളതിനെ കുറയ്ക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കണം, ഇതിനിപ്പോ ബാലൻസ് ചെയ്ത് ഈ രണ്ടാം കളഞ്ഞ കാര്യം കഴിഞ്ഞില്ല, Mg plus O gives MgO, വേഗം കഴിഞ്ഞു പണി. അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കും. പക്ഷെ ഉള്ള സാധനം 2 ഓക്സിജൻ ഉള്ളതിനെ കുറയ്ക്കാൻ നമുക്ക് പാടില്ല. നമുക്ക് കൂട്ടാം, ഇട്ട് കൊടുക്കാം, കൂടുതലാക്കി കൊടുക്കാം. മനസ്സിലായോ? തന്നിട്ടുള്ളതിനെ നമ്മളായിട്ട് കുറയ്ക്കരുത്. ഈ Mgനെയും ഈ O2-നും തൊടാൻ പാടില്ല. Mgനെ, അതായത് ഈ O2-നെ O1, അതായത് ഓക്സിജൻ 2 ആറ്റങ്ങളിൽ തന്നെ ഓക്സിജന്റെ ഒരാറ്റമാക്കി മാറ്റാൻ പാടില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണ്? ഉള്ളതിനെ കളയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇടയിൽ പോയിട്ട് നമ്പർ ഇട്ട് കൊടുക്കരുത്. അതായത് ഇപ്പൊ Mgയുടെ നമുക്ക് ഇവിടെ നമ്പർ ഇട്ട് കൊടുക്കാം, ഓക്സിജന്റെ ഇവിടെ വേണമെങ്കിൽ നമ്പർ ഇട്ട് കൊടുക്കാം, MgOയുടെ ഇവിടെ നമ്പർ ഇട്ട് കൊടുക്കാം. അല്ലാണ്ട് Mgയുടെയും ഓടിയും നടുവിൽ പോയിട്ട് ഇവിടെ പോയിട്ട് ഇങ്ങനെ ഒന്നും നമ്പർ ഇട്ട് കൊടുക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇന്ന് താഴെ നമ്മളിങ്ങനെ എഴുതിയിടുന്നില്ലേ, ഇത് ഇട്ട് കൊടുക്കാൻ പാടില്ല. നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇടതുവശത്ത് മാത്രമേ ഇടാനുള്ള അധികാരം നമുക്കുള്ളൂ. അപ്പൊ ഈ 3 കാര്യം നമുക്ക് തോന്നും Mg plus O2 gives MgO2. അപ്പൊ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ പോരെ, ഇങ്ങനെ ബേസ് ഇൻഡെക്സ് ആയിട്ട് ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ പോരെ എന്ന് തോന്നും. പക്ഷെ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള നമ്പറിനൊന്നും മാച്ച് കളയാനൊന്നും പാടില്ല. ഉള്ളതൊക്കെ അങ്ങനെ തന്നെ വേണം. ഉള്ളതിനെ കളയാൻ പാടില്ല, അങ്ങനെ കൂട്ടാം, കുറയ്ക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. ഇതിന്റെയൊക്കെ ഈ സൈഡിലായിട്ട് നമുക്ക് നമ്പർ ഇട്ട് കൊടുക്കാം. എണ്ണം കൂട്ടി കൊടുക്കണത് ഇവിടെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിന്റെ വേണമെങ്കിൽ പ്ലസ് ചിഹ്നം വന്നിട്ട് ഇതിന്റെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടെ ഇട്ട് കൊടുക്കാം. ഈ MgO എന്ന് എഴുതിയാൽ ഇവിടെ ഇട്ട് കൊടുക്കാം. പക്ഷെ MgO എന്ന് എടുക്കുന്ന ആ പ്രോഡക്റ്റിന്റെ ഇടയിൽ പോയിട്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പൊ MgO2 എന്ന് പറയുമ്പോൾ Mg ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എഴുതാൻ പാടില്ല. പിന്നെ ഇവിടെ ഈ ബേസ് ഇൻഡെക്സ് ആയിട്ടും എഴുതാനും പാടില്ല. മനസ്സിലായില്ല? അപ്പൊ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ ബാലൻസിങ് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നമുക്കിനി നോക്കി നോക്കാം. ഇനി നമുക്ക് അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഒരു ഓക്സിജൻ ഉള്ളൂ, ഇവിടെയാണെങ്കിൽ 2 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന എന്താണ്? ഇവിടെ നമ്പർ ഇട്ട് കൊടുക്കാൻ നമുക്ക് പറ്റും അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. ഇവിടെ 2 ഇട്ട് കൊടുത്തപ്പോ ഈ 2 എന്ന് പറയുന്നത് മെഗ്നീഷ്യത്തിനും ഓക്സിജനും ഒരുപോലെ കിട്ടും. രണ്ടിനും ബാധകമാണ് അവിടെ 2 ഇട്ട കാരണം. അതേസമയം 2 ഇവിടെയാണ്, ഓന്റെ താഴെയാണ് എടുക്കണേ, അത് ഓക്സിജൻ മാത്രമാണ് 2 എണ്ണം എന്നാണ് അർത്ഥം. പക്ഷെ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാനുള്ള അധികാരം നമുക്കില്ല. ഇപ്പൊ എന്നെ പറഞ്ഞില്ലേ, അങ്ങനെ ബേസ് ഇൻഡെക്സ് ആയിട്ട് നമുക്ക് ഇടാൻ പാടില്ല. ഇപ്പുറത്താണ് ഇട്ട് കൊടുക്കുക. അവിടെ ഇപ്പുറത്ത് ഇട്ട് കൊടുത്തപ്പോ എന്തായി മാറി? ഇതിന്റെ എണ്ണം 2ഉം വ്യത്യാസം വന്നു. Mg 2 എണ്ണായി മാറി, ഓയും 2 എണ്ണായി മാറി. ഇവിടെയാണെങ്കിൽ Mg 2 എണ്ണുള്ളൂ. അപ്പൊ അപ്പുറത്ത് Mg 2 എണ്ണം ഉണ്ടായാൽ ശരിയാവോ? അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെയും 2 എണ്ണം ആക്കണം. ഇവിടെ 2 എണ്ണം ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Mg ഇപ്പുറത്തും ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്തായി? ഇവിടെ Mg 2 എണ്ണായി, ഓക്സിജൻ 2 എണ്ണായി, ഇപ്പുറത്ത് Mg 2, ഓക്സിജൻ 2. ഓക്കെയല്ലോ? ബാലൻസ് ചെയ്യൽ കഴിഞ്ഞു. ഇങ്ങനെ ചെയ്യാൻ വേണ്ടോ? ഇത് നമ്മൾക്കൊരു രസകരമായിട്ട് എടുക്കുന്നതിനെ
ഇതിനെ നല്ല രസകരമായ ഒരു ടാസ്ക് ആയിട്ട് എടുക്കുക, ഒരു കടങ്കഥ ചെയ്യണ പോലെ ഇട്ട് എടുത്തിട്ട് ഇതിനെ നമുക്ക് ചെയ്യാം. അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എണ്ണപ്പം എത്രയായി, അപ്പോൾ ഇവിടെ കൂടി, അപ്പോൾ അവിടെ കുറച്ചു, അങ്ങനെ ചെയ്ത് പോകണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്യാൻ വേണ്ട കേട്ടാ. ഇത് നമുക്ക് ഇനി കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നല്ല ഈസിയാണ്. ഇത് ഇത്ര എളുപ്പമായിരുന്നോ എന്ന് നമുക്ക് തോന്നും. അടുത്തായിട്ട് നമുക്ക് ഒരെണ്ണം ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ബാലൻസിങ് ഇക്വേഷൻ എന്ന് പറയാം. Page number 45 in this manner. Equalizing the number of atoms of each element in molecules in the reactant side and that in the product side is called balancing of equation. അപ്പോൾ എന്താണ് ബാലൻസിങ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഇൻ മോളിക്യൂൾസ് ഇൻ ദ റിയാക്ടന്റ് സൈഡിലും അതായത് ഇപ്പുറത്തെ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ആറ്റങ്ങളുടെ എണ്ണം, മോളിക്യൂൾസിലത്തെ ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ് ചെയ്യണേനെ, കറക്റ്റ് ആക്കണേനെ, ഈക്വലൈസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബാലൻസിങ് ഓഫ് ഇക്വേഷൻ. അപ്പോൾ വാട്ട് ഈസ് കോൾഡ് ബാലൻസിങ് ഓഫ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമോ? അപ്പൊ അത് പഠിച്ചു വെച്ചോട്ടാ. അടുത്തേക്ക് Zn plus HCl gives Zn Cl2 plus H2. Zn സിങ്ക് പ്ലസ് HCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് തമ്മിൽ ചേർന്നപ്പോ എന്തൊക്കെ ഉണ്ടായത്? Zn ക്ലോറൈഡ് ഉണ്ടായി, അതിന്റെ കൂടെ ഹൈഡ്രജൻ വാതകവും ഉണ്ടായി. മനസ്സിലായില്ലേ? അപ്പൊ മൊത്തം എത്ര എലിമെന്റ്സ് ആണ് ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്? മൊത്തം പങ്കെടുത്തിട്ടുള്ളത് 3 മൂലകങ്ങളാണ്. സിങ്ക് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഈ സൈഡ് നോക്കാണ്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് സൈഡാണ്. റിയാക്ടന്റ് സൈഡിൽ ഓരോ എലിമെന്റ്സിന്റെയും എത്ര ആറ്റങ്ങൾ വീതമുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒക്കെ ഓരോ എണ്ണം വീതമേ ഉള്ളൂ. ഇനി പ്രോഡക്റ്റ് സൈഡിലാണെങ്കിൽ Zn ഓക്കെ ഒരെണ്ണം, ക്ലോറിൻ 2 എണ്ണം ഉണ്ട്, ഹൈഡ്രജനും 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇപ്പുറത്തും 2 എണ്ണം ആക്കണ്ട. ഇതിന്റെ രണ്ടിനെയും ക്ലോറിനെയും ഹൈഡ്രജനും Clനെയും മാത്രമാണ് നമുക്ക് 2 എണ്ണം ഇതാക്കട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ 2 Zn ഒരെണ്ണം തന്നെ. ഈ 2 എന്ന് പറഞ്ഞാൽ Hനും ബാധകമാണ്, Clനും ബാധകമാണ്. 2HCl എന്ന് പറഞ്ഞാൽ 2 HCl തന്മാത്രകൾ. അതായത് 2 HCl തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ മൊത്തം 2 തന്മാത്രകളിലും കൂടിയിട്ട് ഹൈഡ്രജന്റെ 2 ആറ്റങ്ങളുണ്ട്, ക്ലോറിന്റെ 2 ആറ്റങ്ങളുണ്ട്. മനസ്സിലായില്ലേ? 2HCl എന്ന് പറഞ്ഞാൽ 2 HCl ഉണ്ട് എന്നർത്ഥം. അപ്പൊ ഹൈഡ്രജൻ ഇപ്പുറത്ത് എത്രണ്ണമായി? 2 എണ്ണമായി. ക്ലോറിനും ഇപ്പുറത്ത് 2 എണ്ണമായി. അപ്പുറത്ത് ഓക്കെ, കഴിഞ്ഞു. മനസ്സിലായില്ലേ? എളുപ്പല്ലേ? അടുത്തത് Al പ്ലസ് O2 അലുമിനിയവും ഓക്സിജനും തമ്മിൽ ചേരുകയാണ്. അങ്ങനെ എന്താ ഉണ്ടായത്? അലുമിനിയം ഓക്സൈഡ് ഉണ്ടായി, Al2O3 ആണ് ഉണ്ടായിരിക്കുന്നത്. Al2O3. അപ്പൊ നമ്മൾ റിയാക്ടന്റ് സൈഡ് എടുത്തു. Al 1 ആറ്റം, ഓക്സിജൻ 2 ആറ്റം. ഇപ്പുറത്താണെങ്കിൽ അലുമിനിയം 2 ആറ്റങ്ങളുണ്ട്, ഓക്സിജൻ 3 ആറ്റങ്ങളും ഉണ്ട്. അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യണം. അപ്പോ അലുമിനിയം ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണുള്ളൂ. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പൊ ആ പ്രശ്നം തീർന്നു. 2Al. അപ്പൊ ഇപ്പുറത്തും 2 എണ്ണം വീതായി അല്ലേ? അപ്പൊ അതിന്റെ പ്രശ്നം തീർന്നു. ഇനി നോക്കിയേ, 3ഉം 2 ആണ് വന്നിട്ടുള്ളത്. ഇവിടെ 3 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്, ഇവിടെ 2 എണ്ണുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? ഈ 2വിനെ മാറ്റിട്ട് 3 ആക്കാനൊന്നും നിൽക്കരുത് കേട്ടാ. ഈ 2 അങ്ങോട്ട് കളഞ്ഞിട്ട് 3 ആക്കിയ സുഖമല്ല നമ്മൾക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഈ അടിയിൽ കിടക്കുന്ന നമ്പർ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ സൈഡിലാണ് നമുക്ക് ആകെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. സൈഡിൽ നമുക്ക് ഇടാവുന്ന ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇട്ട് കൊടുത്തപ്പോ 2 ഓക്സിജൻ ആറ്റങ്ങൾ, അതായത് O2 പ്ലസ് O2, 2 O2കൾ വന്നു. അപ്പൊ അത് എത്ര എണ്ണായി? 2 O2കൾ വന്നപ്പോ O2ഉം കൂടിയപ്പോ 4 ഓക്സിജനായി അല്ലെ? അപ്പൊ ഇപ്പുറത്ത് ഓക്സിജൻ 4 എണ്ണായി, ഇപ്പുറത്ത് 3 എണ്ണുള്ളൂ. അപ്പൊ പിന്നെ അവിടേക്ക് പോവാം നമുക്ക്. ഇവിടെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇത് മാറ്റിട്ട് 4 ആക്കാൻ പാടോ? അതിനെ തൊടരുത്, അതിനെ തൊടാനേ പാടില്ല. അപ്പൊ ഈ സൈഡിലാണ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ സൈഡിൽ നമുക്ക് ഇടാവുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2 ഇട്ട് കൊടുത്തു. 1 ഇടാൻ പറ്റില്ല. 2 കഴിഞ്ഞാൽ പിന്നെ 3. 1 ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെയാ, സെയിം തന്നെ വരും. അപ്പൊ 1 ഇടണേൽ അർത്ഥമില്ല. പിന്നെ 2 തൊട്ടുള്ള നമ്പറുകളാണ് നമുക്ക് ഇടാൻ പറ്റും. 2, 3, 4 അങ്ങനെ നമുക്ക് എത്ര നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം. അപ്പൊ അവിടെ 2 ഇട്ട് കൊടുത്തു.
2 2 കൊടുത്തപ്പോ 2Al2O3. ഈ 2 എന്ന് പറഞ്ഞ Al2നും ബാധകമാണ്, O3ക്കും ബാധകമാണ്. അപ്പൊ 2Al2 എന്ന് പറയുമ്പോ ഇപ്പൊ Al മൊത്തം എത്ര എണ്ണായി? 2 Al2കൾ, ഒരു Al2 ഒരു Al2, മൊത്തം എത്രയായി? Al 4 എണ്ണായി. അലുമിനിയത്തിന് 4 ആറ്റങ്ങളായി ഇപ്പുറത്ത്. ഓക്സിജൻ എത്ര എണ്ണായി? O3 ഓൾറെഡി ഉണ്ട്. അപ്പൊ 2 O3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O3 പ്ലസ് O3, അതായത് 3 3 6. ഓക്സിജൻ 6 എണ്ണമായി മാറി. ഇപ്പൊ എന്തായി? അലുമിനിയം ഇപ്പുറത്ത് 2 എണ്ണം, ഇവിടെ 4. ബാലൻസിങ് ഇങ്ങനെയാ. നല്ല രസമല്ലേ ഇത് ചെയ്യുമ്പോ? അപ്പൊ ഇനി എന്ത് ചെയ്യും? അലുമിനിയം 2 എണ്ണമായി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 4 എണ്ണാക്കണം. ഇവിടെ 4 എണ്ണാക്കാൻ നമ്മൾ ഉടനെ തന്നെ ഈ 2 കളഞ്ഞിട്ട് ഇവിടെ 4 എഴുതി, അവിടെ 4 എഴുതി. അപ്പൊ അലുമിനിയത്തിന്റെ കാര്യം സോൾവ് ആയി. അലുമിനിയം 4, ഇവിടെ 4. ഇനി ഓക്സിജൻ ഇവിടെ 4 എണ്ണുള്ളൂ, അത് 6 എണ്ണാക്കണം. 6 എണ്ണാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുന്നിൽ 2 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മാറ്റി നമ്മൾ 3 ഇട്ട് കൊടുത്തു. അപ്പൊ എത്രയായി? 3 O2കൾ, 3 × 2 6. ഇവിടെ കിടക്കുന്ന നമ്പറും അടിയിൽ കിടക്കുന്ന നമ്പറും കൂടി ഇൻഡു ചെയ്താൽ മതി മൊത്തം എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചിന്തിക്കുക. 3 O2കൾ, O2 3 എണ്ണം. അപ്പൊ 2 2 4 2 6, മൊത്തം 6 എണ്ണം. അപ്പൊ ഇത് ഇൻഡു ചെയ്താൽ മതി. ഇത് 3 2 കൂടി, അപ്പൊ 3 × 2 6. അപ്പൊ ഓക്സിജൻ ഇവിടെ 6 ആയി. ഇപ്പൊ ശരിയായില്ലേ? നോക്കിയേ, അലുമിനിയം 4, ഇപ്പുറത്തും അലുമിനിയം 4 എണ്ണം, ഓക്സിജൻ ഇപ്പുറത്ത് 6 എണ്ണം, അപ്പുറത്തും 6 എണ്ണം. അപ്പൊ ബാലൻസ് ആയില്ലേ? ഇതാണ് സംഭവം. അപ്പൊ ചിലത് ആദ്യത്തെ ഓരോ നമ്പറോ 2 നമ്പറോ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒന്നും ശരിയാവില്ല. ഇങ്ങനെ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കുറയും, അപ്പൊ അവിടെ ഇട്ട് കൊടുക്കണം. അപ്പൊ അവിടെ അടുത്ത നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ കുറയും, അപ്പൊ ഇവിടെ നെക്സ്റ്റ് നമ്പർ ഇവിടെ ഇട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് വേണം ശരിയാവാൻ. മനസ്സിലായില്ലേ? ഇത് എളുപ്പല്ലേ?